റോഡ് പരിശോധനയുമായി വീണ്ടും വിജിലൻസ്. സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ടാറിംഗ് നടന്ന PWD തദ്ദേശ റോഡുകളുടെ ഗുണനിലവാരമാണ് പരിശോധിക്കുന്നത്. വി വിനോദാണ് ചെയ്യുന്നത്. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് റോഡിന്റെ കുഴിയിൽ വീണ കൊച്ചിയിൽ ഒരു മനുഷ്യരുടെ ദാരുണാന്ത്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വിജിലൻസിന്റെ പരിശോധന എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് നടക്കുന്നത്? ഗോപി, ഇത് വിജിലൻസിന്റെ 2ാം ഘട്ട പരിശോധനയാണ്. നേരത്തെ തന്നെ ഈ റോഡ് കുഴിച്ചുള്ള പരിശോധന, അതായത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ റോഡുകൾ തകരുന്നു എന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഇതിന്റെ മെറ്റലും മറ്റ് ടാറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ അനുവാദത്തിലാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വിജിലൻസ് ആരംഭിച്ചത്. അതിന്റെ ഒരു 2ാം ഘട്ട പരിശോധന എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി PWD തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള റോഡുകളിലെ പരിശോധന. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ തുറന്ന് വ്യക്തമാക്കിയിരുന്നു, ചില ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ഒത്തുകളിക്കുന്നുണ്ട്, നിലവാരമില്ലാതെ റോഡുകൾ ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ട്, ഇത്തരക്കാരെ കരിമ്പട്ടികയിൽപ്പെടുത്തും. ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട്, അതായത് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇങ്ങനെ കുഴപ്പം കാണിക്കുന്ന ആളുകളെ കരിമ്പട്ടികയിൽപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഗോപി, ശരി.